പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ വിശ്വാസത്തിന്റെ വീരചരിത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ഞാന് ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോ ഈ ധ്യാനത്തിന്റെ സമയത്ത്, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ധ്യാനം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഈ ധ്യാനത്തിന്റെ സമയത്ത് ഒരു ചെറുപ്പക്കാരനെ ആ ധ്യാനിപ്പിക്കുന്ന സഹോദരൻ വിളിച്ചു. എന്നിട്ട് അവന്റെ മൈക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി സന്തോഷ് പറയൂന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷിനെ മനസ്സിലായില്ല. സന്തോഷ് മൈക്കെടുത്തിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാനും എന്റെ ഭാര്യ ബിനിയും ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. എന്നിട്ട് ബിനിയെ ചൂണ്ടിക്കാണിച്ചു. സന്തോഷ് ഇങ്ങനെ പറഞ്ഞു, ഞാനും ബിനിയും കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്ന സന്തോഷം ബിനിയും സഹീവനിൽ പോയി ധ്യാനം കൂടിയപ്പോ കർത്താവ് അവിടെ വെച്ച് ഒരു സന്ദേശം കൊടുത്തു, ഇവർക്ക് കുഞ്ഞിനെ കിട്ടും. അവർ തിരിച്ചു വന്നു. ബിനിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടു എന്ന് അറിഞ്ഞ ആദ്യത്തെ നിമിഷം മുതൽ ബിനി ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് പ്രസവിച്ചിടുന്ന ദിവസം വരെയുള്ള എല്ലാ ദിവസങ്ങളും കൃത്യമായി എണ്ണിയെടുത്ത്, എല്ലാ ദിവസങ്ങളിലും ബലിയർപ്പിച്ച്, എല്ലാ ദിവസങ്ങളിലും ബിനി ബൈബിൾ അല്ലാതെ മറ്റൊന്നും വായിക്കാതെ, എല്ലാ ദിവസങ്ങളിലും ടെലിവിഷൻ കാണാതെ, മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഒറ്റ ആഗ്രഹമാണ് പ്രാർത്ഥിക്കുന്നത്. ബിനിയും ഉദരത്തിൽ വളർന്നു വരുന്ന ജീവന്റെ തുടുപ്പിന്റെ മീതെ കരം വെച്ച് പ്രാർത്ഥിക്കുന്നത് ഒറ്റ കാര്യമാണ്. പ്രാർത്ഥിച്ചത് ഇതാണ്, ദൈവമേ, എന്റെ കുഞ്ഞ്, ഞങ്ങളുടെ കുഞ്ഞ് ഒരു വിശുദ്ധനാവണം. ഈ കുഞ്ഞിലൂടെ ഞങ്ങൾ അപ്പനമ്മമാർ അറിയപ്പെടണം. ഇതാണ് അവരുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബിനി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. കുഞ്ഞിനെ പ്രസവിച്ചിട്ട ദിവസവും കുഞ്ഞ് രൂപപ്പെട്ടു എന്നറിഞ്ഞ ദിവസവും തമ്മിലുള്ള ദിവസങ്ങളുടെ ഇടവേളകൾ കണക്ക് കൂട്ടിയിട്ട് അത്രയും ദിവസത്തിന്, ഓരോ ദിവസത്തിനും ഒരു മെഴുകുതിരി എന്ന കണക്കിൽ ഒരു കെട്ട് മെഴുകുതിരി ദേവാലയത്തിൽ കൊണ്ട് പുരോഹിതനെ ഏൽപ്പിച്ചിട്ട് സന്തോഷ് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ അറിവുകേട് കൊണ്ട്, ഞങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഈ കുഞ്ഞിന്റെ വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, എന്റെ ഭാര്യയുടെ ഉദരത്തിൽ ഈ കുഞ്ഞ് വളർന്നു വരുന്ന ഈ 9-10 മാസത്തിന്റെ ഇടവേളകളിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ കുഞ്ഞിന്റെ വളർച്ചയിൽ മാതൃകയല്ലാത്ത എന്തെങ്കിലും ഒന്ന് പറയുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരമായിട്ടാണ് ഈ മെഴുകുതിരികൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ സത്യത്തിൽ അച്ഛന്റെ പോലും കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും. ഈ കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞിന് അവര് തോമാച്ചൻ എന്ന് പേരിട്ടു. സ്റ്റീവ് എന്നവന് മാമോദീസ പേര്. 1.5 വയസ്സ് വരെ ഈ കുഞ്ഞ് വളരുന്നു. പെട്ടെന്ന് ഈ കുഞ്ഞിനൊരു അപൂർവ രോഗം പിടിപെടുന്നു. ബാംഗ്ലൂരിലെ പ്രമാദമായ പ്രസിദ്ധമായ സകല ആശുപത്രികളിലും ഈ കുഞ്ഞിനെയും കൊണ്ട് സന്തോഷം ബിനിയും നടക്കുകയാണ്. 90 ദിവസങ്ങൾ. സന്തോഷം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എന്റെ സ്വർഗത്തിലെ മാലാഖയ്ക്കും അവന്റെ ദൈവത്തിനുമൊപ്പം 90 ദിവസങ്ങൾ എന്ന പേരിൽ. ഇംഗ്ലീഷിലാണ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് സന്തോഷ്. അങ്ങനെ 90 ദിവസങ്ങൾ ആശുപത്രി കിടക്കുകയാണ്. ഈ ആശുപത്രി കിടക്കയിൽ വെച്ച് ജീവനും മരണത്തിനുമിടയിൽ കിടന്ന് പാടുപെടുന്ന, ഞെരുങ്ങുന്ന ഈ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരണമേ എന്ന് എല്ലാ ദിവസവും കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ സന്തോഷ് പ്രാർത്ഥിച്ചു. ഇതിന് ന്യൂമോണിയ പിടിപെട്ടു, ചെസ്റ്റ് ഇൻഫെക്ഷനായി, കിഡ്നി തകരാറിലാവുന്ന അവസ്ഥയായി, കരളിലേക്ക് അണുബാധ പടർന്നു. ആ പ്രായത്തിൽ ഒരു കുഞ്ഞിന് പിടിപെടാവുന്ന രോഗങ്ങളിൽ നല്ല ശതമാനം രോഗങ്ങൾ പിടിപെട്ട് ജീവനും മരണത്തിനും ഇടയിലുള്ള നൂൽപാലത്തിലൂടെ സങ്കടപൂർവ്വം നീങ്ങുന്ന കുഞ്ഞിന്റെ പ്രാണനെ തിരിച്ചു കിട്ടണമേ എന്ന് അറിയാവുന്ന സകല പ്രാർത്ഥനകളും ചൊല്ലി സന്തോഷ് പ്രാർത്ഥിക്കുകയാണ്. സന്തോഷ് ഇങ്ങനെയാണ് പറഞ്ഞത്, വെന്റിലേറ്ററിന് മുമ്പിൽ, ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഞാൻ എന്റെ കർത്താവിനോട് പറയും, കർത്താവെ, തോമാച്ചന്റെ ജീവനെ തിരിച്ചു തരണമെന്നല്ല സന്തോഷ് പ്രാർത്ഥിക്കുന്നത്. തോമാച്ചന്റെ ജീവനെ തിരിച്ചു തരണമെന്നല്ല സന്തോഷ് പ്രാർത്ഥിക്കുന്നത്. സന്തോഷിന്റെ വിശ്വാസം പോലെ നടന്നാ മതി എന്നാണ് സന്തോഷ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് രണ്ടാണ്. സന്തോഷ് തോമാച്ചനെ തിരിച്ചു തരണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്, മറിച്ച് സന്തോഷിന്റെ വിശ്വാസം പോലെ നടന്നാ മതി. സന്തോഷിനറിയാം, ദൈവം മടിത്തട്ടിൽ വെച്ച് തന്ന എന്റെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കില്ല ഞാൻ. സന്തോഷിനറിയാം, ദൈവം തിരിച്ചെടുക്കാൻ വന്നാലും എന്റെ വിശ്വാസത്തിന് മുമ്പിൽ, അബ്രഹാമിന്റെ വിശ്വാസത്തിന് മുമ്പിൽ മോറിയായുടെ നെറുകയിൽ തോറ്റ് തുന്നം പാടിയ ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവം മരിച്ചിട്ടില്ല, ആ ദൈവത്തിന് ജരാനരകൾ ബാധിച്ചിട്ടില്ല, ആ ദൈവത്തിന് വയസ്സായിട്ടില്ല. ആ ദൈവമാണ് എന്റെ ദൈവം. ആ ദൈവത്തിന് സന്തോഷിന്റെ വിശ്വാസത്തിന് മുമ്പിൽ തോറ്റേ പറ്റൂ. അത് സന്തോഷിനറിയാം. അതുകൊണ്ട് സന്തോഷ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ദൈവമേ, മകന് സൗഖ്യം കിട്ടണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്റെ വിശ്വാസം പോലെ നടന്നാ മതി. ഓരോ തവണയും മുട്ടുകുത്തിയും കൈവിരിച്ചും കരഞ്ഞും തപിച്ചും സന്തോഷ് പ്രാർത്ഥിക്കുന്ന ഓരോ സമയത്തും ഓരോ ദിവസവും
തോമാച്ചൻ ജീവനിലേക്ക് തിരിച്ചു വരും. സന്തോഷിന്റെ പ്രാർത്ഥന അല്പം ഒന്നയുമ്പോ തോമാച്ചന്റെ നില വഷളാവും. അങ്ങനെ 90 ദിവസങ്ങൾ. 89ാമത്തെ ദിവസം രാത്രിയിൽ സന്തോഷിന്റെ ആത്മീയ പിതാവ് സന്തോഷിനെ വിളിച്ചിട്ട് സന്തോഷിനോട് പറഞ്ഞു, മോനെ, ഈശോ എന്നോട് ഒരു കാര്യം പറയുന്നു, അതെനിക്ക് നിന്നോട് പറഞ്ഞേ പറ്റൂ. കൈകൂപ്പിക്കൊണ്ടാണ് സന്തോഷ് ചോദിച്ചത്. അച്ഛൻ പറഞ്ഞു, എന്താണെങ്കിലും പറഞ്ഞോ. അച്ഛൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, മോനെ, നീ എന്താണ് പ്രാർത്ഥിച്ചത്? നീ പ്രാർത്ഥിച്ചത് നിന്റെ മകൻ വിശുദ്ധനാവണം. നീ പ്രാർത്ഥിച്ചത് നിന്റെ മകന്റെ പേരിൽ നീ അറിയപ്പെടണം. മോനെ, നിന്റെ കുഞ്ഞിനെ സ്വർഗത്തിലെ മാലാഖയാക്കണമെന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ട്. നീ എന്താടാ നിന്റെ മോനെ കൊടുക്കാത്തത്? സന്തോഷ് പൊട്ടിക്കരയാണ്. എന്റെ മകനെ ഞാൻ എങ്ങനെ കൊടുക്കുവച്ച? അച്ഛൻ ഇങ്ങനെ അയാളോട് പറഞ്ഞു, മോനെ, ഈശോയ്ക്ക് നിന്റെ കുഞ്ഞിനെ സ്വർഗത്തിലെ മാലാഖയാക്കണം. ഈശോ പറയുകയാണ്, സന്തോഷ് തരാതെ സന്തോഷിന്റെ കുഞ്ഞിനെ ഞാൻ തൊടില്ല. സന്തോഷ് തരാതെ സന്തോഷിന്റെ മകനെ ഞാൻ തൊടില്ല. സന്തോഷ് വീട്ടിലേക്ക് പോയി. പിറ്റേ പ്രഭാതത്തിൽ വാഹനത്തിൽ ഭാര്യയും കൂട്ടി നിത്യാരാധന ചാപ്പലിലേക്ക് ചെന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി സന്തോഷം പിന്നെയും തോരാത്ത കണ്ണുനീരുമായി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ദൈവമേ, ഞങ്ങൾക്ക് തോമാച്ചനല്ല വലുത്, നീയാണ് വലുത്. ദൈവമേ, ഞങ്ങൾക്ക് തോമാച്ചനല്ല, ഞങ്ങളുടെ മോനല്ല ദൈവമേ വലുത്, നീയാണ് വലുത് എന്ന് പ്രാർത്ഥിച്ചിട്ട് സന്തോഷ് ഇങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോ, നിനക്കിഷ്ടമുള്ളതുപോലെ എന്റെ കുഞ്ഞിനോട് ചെയ്തു കൊള്ളുക. ഈശോ, നിനക്കിഷ്ടമുള്ളതുപോലെ എന്റെ കുഞ്ഞിനോട് ചെയ്തു കൊള്ളുക. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആശുപത്രിയിലെത്തി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തോമാച്ചൻ മരിച്ചു. ഞങ്ങൾ ആ ധ്യാനം കൂടുമ്പോ സന്തോഷ് മൈക്കിലൂടെ സകലരും കണ്ണു നിറഞ്ഞ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ സന്തോഷ് മൈക്കിലൂടെ ഇങ്ങനെ പറഞ്ഞു, എനിക്കെന്റെ തോമാച്ചനല്ല വലുത്, എനിക്കെന്റെ കർത്താവാണ് വലുത്. ചേർന്ന് പറയാമോ? ഹല്ലേലൂയാ. എനിക്കെന്റെ തോമാച്ചനല്ല വലുത്, എനിക്കെന്റെ കർത്താവാണ് വലുത്. എനിക്കെന്റെ കർത്താവാണ് വലുത്. സിഗിയോനില് ഫ്രാൻസിസ് ബ്രദറിന്റെ ഒക്കെ കൂടെ എഫാത്ത ടീമിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഡെന്നീസ് ബ്രദർ ഉണ്ട്. അവിടെ കന്നഡ സെഷനിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം കൗൺസിലിങ്ങിനെ സഹായിക്കുന്ന ആളാണ്. ഞാൻ സിഗിയോനില് ശുശ്രൂഷകരുടെ ധ്യാനം നടത്തുമ്പോ ഞാൻ ഈ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഈ ഡെന്നീസ് എന്റെ അടുത്ത് വന്നു. ഈ സഹോദരൻ, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഡെന്നീസ് ബ്രദറെ? അത് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, റീത്ത പുണ്യവതിയുടെ സംഭവം പറഞ്ഞിട്ട് ഞങ്ങളുടെ വികാരിയച്ഛൻ, അദ്ദേഹം മലങ്കരക്കാരനാണ്, അദ്ദേഹം പറയാണ്, മലങ്കര പള്ളിയിലെ എന്റെ വികാരിയച്ഛൻ റീത്ത പുണ്യവതി മക്കളുടെ ആത്മാവ് നശിച്ചു പോകുന്നതിനേക്കാൾ മക്കൾ മരിച്ചാൽ മതി എന്ന് പ്രാർത്ഥിച്ച റീത്ത പുണ്യവതിയുടെ സംഭവം പറഞ്ഞിട്ട് വികാരിയച്ഛൻ പള്ളിയിൽ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ മക്കൾ പാപത്തിൽ നശിക്കുന്നതിലും ഭേദം മക്കൾ മരിക്കുന്നതാണെന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും അപ്പനോ അമ്മയോ ഈ പള്ളിയിലുണ്ടോ? ഈ ചോദ്യം കേട്ട് എല്ലാവരും മിണ്ടാതിരിക്കുമ്പോ ഡെന്നീസ് കൈപൊക്കി. ഡെന്നീസിന്റെ ഭാര്യ പകുതി കൈപൊക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അത്ഭുതത്തോടെ ഈ മനുഷ്യനെ കേൾക്കുമ്പോൾ അയാൾ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞ് 19ാമത്തെ ദിവസം എന്റെ മൂത്ത മകൻ മരിച്ചു. കണ്ണു നിറഞ്ഞിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, പക്ഷെ ഞാൻ ദൈവത്തോട് പരാതി പറഞ്ഞില്ല, ഞാൻ ദൈവത്തെ പഴിച്ചില്ല. കാരണം എനിക്കറിയാം എന്റെ മകൻ സ്വർഗത്തിലാണ്, എന്റെ മകൻ സ്വർഗത്തിലാണ്. എനിക്ക് വലുത് എന്റെ ദൈവമാണ്, എന്റെ മകന്റെ ആത്മരക്ഷയാണ്. ചേർന്ന് പറയാമോ? ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വശത്ത് വസ്തു വിൽക്കാത്തതിന്റെ പേരിൽ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ആഭിചാരത്തിനും മന്ത്രക്രിയകൾക്കും പോകുന്ന വിശ്വാസി ഒരു വശത്ത്, യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള വിശ്വാസി മറുവശത്ത്. നിങ്ങൾ ഏത് പക്ഷത്താണ് എന്നുള്ളതാണ് ഈ രാത്രിയിലെ പരിശുദ്ധാത്മാവിന്റെ ചോദ്യം. ഇന്ന് രാത്രി യേശുവിനെ പ്രതിയുള്ള വിശ്വാസത്തെ പ്രതി നിങ്ങളുടെ കഴുത്തിന് കത്തിവെക്കപ്പെട്ടാൽ നിങ്ങൾ ഈ വിശ്വാസത്തിൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കൺവെൻഷൻ പന്തലിൽ ഒരാരവത്തിനിടയിൽ യേശുവെ എന്ന് വിളിക്കാൻ ആർക്കും പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കണ്ടുവരുന്നത് എന്താണ്? കാര്യസാധ്യത്തിന് വേണ്ടി വിശ്വാസം. വസ്തു വിൽക്കാനും കല്യാണം നടക്കാനും മക്കൾ ഉണ്ടാവാനും വിശ്വാസം. നിർണായക സന്ദർഭങ്ങളിൽ യേശുവിനെ തള്ളിപ്പറയാൻ ചെറുപ്പക്കാർക്ക് മടിയില്ല, പെൺകുട്ടികൾക്ക് മടിയില്ല, കുടുംബനാഥന്മാർക്ക് മടിയില്ല. യേശുക്രിസ്തുവിനെ
ഏതൊരു നിസാര ലാഭത്തിന്റെയും പേരിൽ ചവിട്ടിത്തെച്ച് കടന്നു പോകാൻ വിശ്വാസിക്ക് മടിയില്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഹൃദയം തുറന്ന് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ഇവിടെ ഈശോ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഇത്രയും പേർക്ക് നമ്മൾ എങ്ങനെ ഭക്ഷണം കൊടുക്കും? ഈശോയ്ക്കറിയാം, ഞാൻ അതിലേക്ക് വരികയാണ്, ഈശോയ്ക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഈ രാത്രിയിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ യഥാർത്ഥമായി യേശുവിൽ വിശ്വസിക്കുന്നോ? നിങ്ങൾ യഥാർത്ഥമായി യേശുവിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കണം. മറ്റേതെങ്കിലും ഒരു ആദർശത്തിന് വേണ്ടി വിശ്വസിക്കുന്നത് പോലെ ഒരു വിശ്വാസമാണോ എന്റെ വിശ്വാസം? കർത്താവിനറിയാം നിന്റെ വീടിനെ കുറിച്ച്, കർത്താവിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം പ്രിയപ്പെട്ടവരെ.